ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പം ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാനൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു ഫേസ് പാക്കിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ തക്കാളി ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് മുഖത്തെ ടാനൊക്കെ മാറാനൊക്കെ വളരെയധികം യൂസ്ഫുള്ളായ ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു പാത്രം എടുക്കാം. എന്നിട്ട് നമ്മൾ അതിലോട്ട് ഒരു 1.5 ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി ഒരു ഓപ്ഷണൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇത് ഞാനൊരു ഫേസ് പാക്ക് ഫേസ് സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അരിപ്പൊടി ആഡ് ചെയ്തത്. ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കടലമാവാണ്. ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കടലമാവ് നമ്മുടെ ഫേസൊക്കെ ഗ്ലോ ചെയ്യാൻ വളരെ നല്ലതാണ്. അടുത്തായിട്ട് ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫേസ് പാക്കിന് കസ്തൂരി മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി കിട്ടിയില്ലെങ്കിൽ നമുക്ക് സാധാ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് തക്കാളിയാണ്. അപ്പോൾ ഈ തക്കാളി ടാൻ മാറാൻ സഹായിക്കും. ഞാനിവിടെ ഒരു ഫുൾ തക്കാളി യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫേസ് പാക്കിലോട്ട്. അപ്പോൾ ഈ തക്കാളി നമ്മളിങ്ങനെ പിഴിഞ്ഞിട്ട് വേണം ഈ ഒരു ഫേസ് പാക്കിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ തക്കാളി പിഴിയുന്ന സമയത്ത് അതിൻ്റെ തൊലിയൊന്നും നമ്മുടെ ഫേസ് പാക്കിലോട്ട് പെടാതിരിക്കാൻ സൂക്ഷിക്കുക. ഇനി നമ്മൾ ഈ ഫേസ് പാക്കിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല രീതിയിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ സ്പൂൺ ഉപയോഗിച്ചതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം, സാധാ വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കാരണം നമുക്ക് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഉടച്ചു കൊടുക്കാൻ പറ്റും. കട്ടകളൊക്കെ ഉടച്ച് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫേസ് പാക്കിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊക്കെ ഉടച്ച് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് നമ്മളിതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ ഈ പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസിയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് ആവശ്യം. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുത്തതിന് ശേഷം നമുക്കിത് നേരിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളത് ആദ്യം തന്നെ മുഖം ഒന്ന് കഴുകിയതിന് ശേഷം മാത്രം ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത്, അത് ഏകദേശം സമയം പറയുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം അത് നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. എല്ലാവരും ഈ ഫേസ് പാക്ക് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ടിപ്പായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ ബൈ.